ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അതായത് സെൽഫ് സ്റ്റാർട്ടിങ് അല്ലായിരുന്നു. അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പീഡോമീറ്റർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പീഡോമീറ്ററിൻ്റെ കേസ് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് സ്പീഡോമീറ്റർ സൂചിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിലുള്ള ആ ലൈറ്റ്, പാർക്ക് ലൈറ്റ് കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞതെന്ന് വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ നിലവിൽ മീറ്ററൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ സെൽഫ് സ്റ്റാർട്ട് കംപ്ലൈൻറ്റ് കാണിക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ നിലവിൽ ഇതിനകത്ത് വന്നിരുന്ന ഫ്യൂസിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഫ്യൂസ് പോയതാണ് നിലവിൽ സെൽഫ് അടിക്കാത്തതിൻ്റെ ഒരു റീസൺ. അപ്പോൾ നമ്മൾ ഫ്യൂസ് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്യൂസ് പോകാനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു റീസൺ കാണുന്നത് നമുക്ക് ഈ ബാക്ക് സൈഡിൽ വരുന്നിട്ട് ഇവിടെ ഒരു ഇൻസുലേഷൻ പോയി ടച്ച് ആയിട്ടുണ്ടാകും. ബോഡി ടച്ചിങ് കാണിച്ചിട്ടുണ്ടായി ഇതിവിടെ ഈ ഭാഗം കേട്ടോ. അതാണ് നമുക്കൊരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ, പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ പ്രോബ്ലം തൽക്കാലം സോൾവ് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ള ദിവസം നോക്കാം. അതായത് ഈ ഫ്യൂസിൻ്റെ പ്രശ്നം മെയിൻ ഫ്യൂസാണ് പോയേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് കംപ്ലൈൻറ്റ് പറയുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നിലവിൽ കണ്ട കംപ്ലൈൻറ്റ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ഇപ്പോൾ നമുക്കിനി ബോഡി കൂടി സെറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ പറഞ്ഞ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ.